വകാന മൈമൂൻ ബിൻ മഹ്റാൻ റഹിമഹുല്ലാഹു തആല യഖൂലു മഹാൻ പറയുന്നു ഇദാ അറത അൻ തസ്ലമ മിൻ ശർരി യഹ്സുദുക നിന്നോട് അസൂയ വെക്കുന്ന ആളുടെ നാശത്തെ തൊട്ട് നിനക്ക് രക്ഷപ്പെടാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഫഅമ്മി അലൈഹി ഉമൂറക എന്നാ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ? അവന്റെ മേൽ നിന്റെ ഒരു കാര്യം ഒന്ന് വെളിപ്പെടുത്താതെ മറച്ചു വെച്ചോ. കാര്യം അസൂയാലുക്കത് കണ്ട അസൂയ വെക്കോ അപകടമാണ്. അതില്ലാതിരിക്കണമെങ്കിൽ നിനക്ക് കിട്ടിയ അനുഗ്രഹം നീ മറച്ചു വെച്ചോളാം എന്ന മഹാൻ പറഞ്ഞു. സത്യം തന്നെയല്ലേ? എത്രങ്ങാൻ അസൂയാലുക്കളെ തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് വലിയ നിയമത്വം കണ്ട അസൂയപ്പെടുന്നത് അതുണ്ടാവും. അപ്പൊ മറച്ചു വെക്കണേ മറച്ചു വെച്ചോ, കാണിച്ചു കൊടുക്കണ്ടെന്നർത്ഥം. അപ്പൊ കാന മുസ്ലിം റഹിമഹുല്ലാഹു തആല യഖൂലു മക്കാൻ മൂപ്പര് പറയുന്നു മാ ആസറൽ ഖൗമുൻ നസീഹത ലിഖ്വാനിഹിം ഈ പണ്ഡിതന്മാര് ഈ പറഞ്ഞ സൂഫിയാക്കളൊന്നും അവിടെ സഹോദരന്മാർക്ക് സതുപദേശത്തെ തെരഞ്ഞെടുക്കാറില്ല. എങ്ങനെയല്ലാതെ ഇല്ലാലി ഉഫൂരി സബഖത്തിഹിം അലൈഹിം ഈ പറയുന്ന മഹാന്മാരായ ആളുകൾക്ക് ആ സഹോദരന്മാരുടെ മേൽ സബഖത്ത് പൂർത്തിയായതിനു വേണ്ടി അല്ല എടുക്കാറില്ല. സ്നേഹേ അത് നല്ലോണം പൂർത്തിയായി അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരെന്താണ് നസീഹത്തിനെ തെരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ എടുക്കൂല. വഖദ് സാറത്തുൽ നസീഹത്തുൽ യൗമ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കി. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോ ഈ മഹാന്റെ കാലഘട്ടമാണ് പറയണത്. അപ്പൊ ഇന്നൊന്നും പറയേണ്ടതില്ലല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ സതുപദേശം ചെയ്യുക, ഗുണം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അദാവത്ത് ഒരു ശത്രുതന്റെ മാതിരിയാണ് അല്ലെ. ഉപദേശിച്ച ആരും സ്വീകരിക്കൂല, ശത്രുക്കളെ കാണും പോലെ കാണാം. അവിടെ സത്യമല്ലേ പറഞ്ഞത്? ഒമാൻ അസഖത്തു അഹദൻ ഒരാളെയും ഞാൻ ഉപദേശിക്കാൻ പോയിട്ടില്ല. ഇല്ലാ വസാറ യുഫത്തിസു ഫീ ഉയൂബി അവരെല്ലാവരും എന്താണ് എന്റെ അഴിബ് എന്താണ് എന്ന വിഷയത്തെ പരിശോധിക്കുന്നവരായിട്ടല്ലാതെ ഒരാളും എനിക്കും ചെയ്തിട്ടില്ല, സതുപദേശം നൽകിയിട്ടില്ല. അമല അവൻ അമല് മറക്കുകയും ചെയ്യുന്നു. ബിനുസ്ഹി ഞാൻ കൊടുക്കുന്ന എന്റെ ഉപദേശം അനുസരിച്ചുള്ള അമൽ ചെയ്യാൻ പറയുമ്പോൾ അത് മറക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. അതാണ് ഇന്നത്തെ കാലഘട്ടം. അപ്പൊ അതിനനുസരിച്ച് പെരുമാറാനേ പറ്റുള്ളൂ നമ്മൾ മനസ്സിലാണ്. ഫകാന മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹു തആല യഖൂൽ മഹാൻ പറയുന്നു മാ ഹസത്തു ഖത്തു അഹദൻ അലാ ദീനിൻ വലാ ദീനാർ പണണ്ടായി അല്ലെങ്കിൽ എന്താ ദീനുണ്ടായി ഈ രണ്ട് കാര്യത്തിന്റെ മേലും ഒരാളോടും ഇന്നേ വരെ ഞാൻ അസൂയ വെച്ചിട്ടില്ല. വദാലിക മിൻ അക്ബരി നിഅമില്ലാഹി സുബ്ഹാനഹു വതആല അലയ്യ അല്ലാഹു തആല എന്റെ മേൽ ചെയ്തു തന്ന പല അനുഗ്രഹങ്ങളിലും ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ പറയുന്ന സംഭവം. വഖദ് കാന അബൂ അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹു തആല മഹാനായിരുന്നു. എന്തായിരുന്നു? മിൻ അൻസഹന്നാസ ജനങ്ങളോട് സതുപദേശം നടത്തുന്ന ആൾക്കാരെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. ലിഖ്വാനി തന്റെ സഹോദരന്മാരോട് സതുപദേശം ചെയ്യുക, അങ്ങനത്തെ ജനങ്ങളിൽപ്പെട്ട ആളായിരുന്നു എന്ന് അബൂ അയ്യൂബ് സഖ്തിയാനി പറയുന്നു. സബഖത്തനറാ ദീനിയും അയ്യങ്കുസ അവരുടെ മതത്തിന്റെ മേല് അവർ പേടിപ്പെടുത്താതെ അവര് ഭയപ്പെട്ടതിന് വേണ്ടി എന്ത് അയ്യങ്കുസ ചുരുങ്ങല് അവർക്ക് ഭയങ്കര പേടിയായി തോന്നി. ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലത്തിൽ ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ കാലിയ പോലും മഹാൻ പറയുമായിരുന്നു ഇന്നീല അർഹമാഹുലായി ഉസ്താത്തുൽ ഗാഫിലീന അൻ റബ്ബി മസ്സവജല്ല അശ്രദ്ധവാന്മാരായി തമ്മാടികളായി ജീവിക്കുന്ന ഇത്തരം ആൾക്കാരോട് ഞാൻ കരുണ ചെയ്യുന്നു, എന്റെ റബ്ബിനെ തൊട്ട് റബ്ബ് കരുണ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുന്നു. വക്കാല ഇദാ നസറ ബിൽ മുസ്ലിമീന ഹമ്മുൻ ഔ ബലാഉൻ വല്ല പ്രയാസമോ രോഗമോ മുസ്ലിം കടന്നു വന്നാൽ എന്ത് ചെയ്യേണ്ടി വരും? പിന്നെ അപ്പൊ മുസ്ലിം വല്ല അമ്മോ ബലാലോ മുസീബത്തോ ഇറങ്ങിയാൽ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ യംറു ദാലിക അത് ഓർത്തു മൂപ്പര് രോഗിയാവും. അത് അവസാനം മൂപ്പരെ സന്ദർശിക്കാൻ പോണ്ട ഘട്ടമായി വന്നു. കമാത്തു ആദുൽ മർള രോഗികളെ സന്ദർശിക്കും പ്രകാരത്തിൽ. അങ്ങനെയായിരുന്നു അവൻ മഹാന്മാരുടെ ജീവിതം.
പൈതർത്തമാലിക്കല്ലമ്മു അങ്ങനെ എന്താണെന്നറിയാമോ? ആ മനപ്രയാസം അങ്ങ് നീങ്ങിപ്പോയപ്പോൾ തന്റെ സമയത്ത് എന്താണെന്നറിയാമോ അവൻ ഒഴിവാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഫസ്തു ഞാൻ പറയട്ടെ, മൻ സഖറഹു അദൽ മഖാം, ഈ മഖാം ആ പറഞ്ഞാൽ ശരിയാവുകയാണെങ്കിൽ ഡോക്ടർമാരെന്ന് ഒരാളെ കൊണ്ട് അവൻ ചികിത്സിക്കാൻ പാടില്ല ഇപ്പൊ. ഈ അന്നലഹും, കാരണം എന്താ? അന്നലഹും ലൈസലഹും യദും വീതാലിക്കും അല്ലാഹു അഅലം. വഖദ് കാന ഇബ്നു സമ്മാഖ് റഹിമഹുല്ലാഹു തആല യഖൂലു, മൂപ്പര് പറയാണ്, മിൻ അലാമാത്തിൽ ഉസ്താദി, അസൂയാലുക്കളുടെ അടയാളത്തിൽപ്പെട്ടതാണ് മിൻക അത്തമഴ്. ആ ഉസ്താദ് എന്ത് ചെയ്യുന്നറിയാമോ? നിന്നെ കൊള്ള കൊതി ഇങ്ങനെ അടുപ്പിച്ചു വരും. അവൻ നിന്നെ തൊട്ട് എന്താണെന്നറിയാമോ മോശമായിരിക്കുന്ന പ്രകൃതി അകറ്റുകയും ചെയ്യും. ഇങ്ങനെയാണ് പോയിന്റ്. അഴുതബുദ്ധാസി അസദൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അസൂയാൽക്കാരാൽ അക്രമൂന അടുത്ത കുടുംബക്കാര്, അവർക്ക് വലിയ അസൂയക്കാരം. വൽ ജീറാനും, അയൽവാസികൾ, അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹം നേരെ കണ്ടപ്പോ അസൂയ. അങ്ങനെയാണ്. ദൂരെയുള്ളതിനെതിരെ, ദൂരക്ക് അങ്ങനെ പ്രശ്നം വരൂല്ലല്ലോ. വലിതാലിക്ക, അതുകൊണ്ടല്ലേ കതബ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അബീ മൂസൽ അശ്അരി തങ്ങൾക്ക് കത്തെഴുതി. എന്ത്? അൻ മുർദബിൽ ഖുർബാത്ത് അൻ യതസാബറു വലാ യതജാവറു. എന്താണ് ആ കുടുംബക്കാരുടെയോട് പറയേണ്ടത്? അവർ പരസ്പരം അങ്ങോട്ട് സിയാറത്ത് നടത്തണം. അതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അയൽവാസികളായി മാത്രം നിന്നാ പോരാ. സുഫിയാനിസോട് ഒപ്പര് പറഞ്ഞു, നീ അറിയണം, അന്നക്കല്ലോ ബദൽ തന്നെ നസിയതൽ ഇന്നാസ്, ജനങ്ങൾക്ക് ആകമാനം സതുപദേശം നീ പകരമാക്കുകയാണെങ്കിൽ അത്താചാറും മിസിലക്കി ദീനിൽ, ദീനിൽ എന്താ മിസിലക്ക, നിന്നെ പോലെ ദീനിലും അവരാകുന്നത് വരെയാണ്. മാ ഒബൈദബിൻ നസിയത്തിലും അവർക്കുള്ള നസിയത്തുനെ പൂർത്തിയാക്കി വീട്ടിയിട്ടില്ല. പകൈവ തോഫീഖ്, പിന്നെ എങ്ങനെയപ്പോ നസിയത്തോടെ എനിക്ക് തോഫീഖ് ഉണ്ടാവുമോ? അറിയില്ല. അടയ്യബിലെ ഹാലിക്ക, നിന്റെ അവസ്ഥയാണ് എടുത്ത് എത്തിയിട്ടുമില്ല. ഫഖാല സഖീഖുൽ ബൽഖാർ റഹിമഹുല്ലാഹു തആല യഖൂലു, മൂപ്പര് പറയാണ്, ഇദാ കാന ഫീക മിനൽ ഖിസാലി മാ യഖാഫു അദുവക, നിങ്ങൾ ജന്മശത്രുവായിരിക്കുന്ന ഇബ്ലീസിനെ നിങ്ങൾ എന്നാൽ പേടിക്കുന്നുണ്ട്. ആ പേടിക്കുന്നത് ഈ കാര്യത്തിൽ ആർക്കും ഉണ്ടായിട്ടില്ലെങ്കിൽ, ഇദാ കാന ഫീക മിനൽ ഖിസാലി മാ യഖാഫു അദുവക, നിന്റെ അദുവ് പേടിക്കുന്ന ഒരു കാര്യം അത് നിന്റെ നല്ല കാര്യത്തിലുണ്ടെങ്കിൽ, അലൈസബീക ഖൈറുൻ, അപ്പൊ നിന്റെ എന്താണ് നന്മയുണ്ടാവുന്നവർ അങ്ങനെ ചെയ്ത. പകൈബൈദാക്കാന ബീക്കമ്മ യഖാബു സദീഖക, നിന്നിൽ ഞാനായിരുന്നുവെങ്കിൽ മാ യഖാബു സദീഖക, നിന്റെ കൂട്ടുകാരൻ വരുമായിരുന്നില്ല. ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്താണെന്നറിയാമോ? അതിന് നന്മ ഇല്ലാത്തവരാ പറഞ്ഞത്. നന്മ ഉണ്ടെങ്കിൽ ഇതിനൊന്നും വരൂലല്ലോ. ഫഅലം, നീ അറിയണം, എന്ത്? അന്നമന്ത അറവൽ മസാവി ഇന്നാസി, ജനങ്ങളുടെ അയ്ബത്തരത്തിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി അറവ നഫ്സുൽ ഹലാക്കി, നാശത്തിലേക്കും നാശനഷ്ടത്തിലേക്കുമാണ് അവന്റെ ശരീരത്തെ അവൻ പകരമാക്കിയത്. അവൻ സലിമൻ നാസ് മിന്നു സലിമഹുമിൻ നാസ്, അവൻ ജനങ്ങൾ അവനെ തൊട്ടെന്തായെന്നറിയാമോ രക്ഷപ്പെട്ടു. അവനാണ് കാണുന്നവർ അകന്നു പോവുകയാണ്. അങ്ങനെ ഒരാളും ഹുവമിൻ നാസ്, അവൻ ജനങ്ങൾ പെട്ടതാണ്. ജനങ്ങളെ മേലിൽ ഉറങ്ങുന്നവൻ.
ഇഫ്തഖറബ ദീനിയോ ദുന്യാവ് ദീനിന്റെ ദുന്യാവിലും എന്താണ് സാധുവായിരിക്കുന്നു. ഫസാറ ഖുദ്ദാം ഇബ്ലീസ് അവൻ ഇബ്ലീസിന്റെ അണികളിൽ വലിയ അണികളിൽപ്പെട്ടവരുമായി മാറിയിരിക്കുന്നു. ഖുൽതു ഞാൻ പറയട്ടെ, മൻ സഖലഹു ഹാദൽ മഖാം നമ്മൾ പറഞ്ഞ ഈ മഖാം ആർക്കെങ്കിലും ശരിയായി വന്നാൽ, ഈ പറഞ്ഞ ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ, അതായത് മഹാൻ മുസ്ലിങ്ങളെ കാര്യം ഓർത്തുകൊണ്ട് രോഗിയായി അവസാനം മൂപ്പരെ സന്ദർശിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ്. അങ്ങനെ ആ ഹമ്മും പ്രയാസവും ഉയർന്നു പോയി കഴിഞ്ഞാൽ ആ നിമിഷം അയാൾ രോഗശിഫയായി മാറുന്ന ഈ ഒരു നിലപാട് ഈ മക്കാം ഒരാൾക്കുണ്ടെങ്കിൽ അതിബായി ഡോക്ടർമാരിന്ന് ഒരാളെ കൊണ്ടും അദ്ദേഹം ചികിത്സിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അന്നവും ലേസവും യതും വീതാലിക്ക് അത്തരം ഒരു വിഷയത്തിൽ ഡോക്ടർമാർക്ക് അധികാരമില്ല. അതുകൊണ്ട് തന്നെ അബ്ദുൽ മലിക് ബിൻ മർവാൻ റഹിമഹുല്ലാഹു തആല മഹാൻ യോമൻ ഒരു ദിവസം പറഞ്ഞു, ഹജ്ജാജ് ബിൻ യൂസുഫ്, ഹജ്ജാജ് ബിൻ യൂസുഫിനോട് പറയല്ല, ചോദിക്കാണ്, യാ ഹജ്ജാജു ഹജ്ജാജ് മാമിൻ അഹദിൻ ഒരാളും തന്നെ ഇല്ലല്ലോ ഇല്ലാ വയരിഫു ഐബ നഫ്സിഹി തന്റെ നഫ്സിന്റെ ന്യൂനത എന്താണെന്ന് അറിയാത്തൊരാരുമില്ലല്ലോ. വലാ യകാദു യഖ്ഫ അലൈഹി വലാ യകാദു യുഖ്ഫ അലൈഹി ശൈഉൻ മിൻഹു അങ്ങനെ അവനുണ്ടാവുന്ന എന്തെങ്കിലും ഒന്ന് അവന്റെ മേല് മറച്ചു വെക്കപ്പെടുക, ആ മറക്കാൻ പറ്റാത്ത വിധം, അടുക്കയാവാത്ത വിധം, മറച്ചു വെക്കാൻ അടുക്കയാവാത്ത വിധം സ്വന്തം നഫ്സിന്റെ ന്യൂനത എന്താണെന്ന് അവൻ അറിയുന്നുണ്ട്. ഹജ്ജാജ് അല ഐബിക്ക അതുകൊണ്ട് എല്ലാരും അങ്ങനെയാണ്, ഈ താങ്കളുടെ ഐബ് എന്താണോ അത് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഫഖാലകുൽ ഹജ്ജാജ് അപ്പോൾ ഹജ്ജാജ് ഈ പറയുന്ന അബ്ദുൽ മലിക് എന്ന് പറയുന്നവരോട് പറയാണ്, അമീറുൽ മോമിൻ അമീറുൽ മോമിനീനെ അതിനെ തൊട്ടൊക്കെ മാപ്പ് നൽകണം എന്ന് പറഞ്ഞു. അബ്ദുൽ മലിക് അപ്പോൾ അബ്ദുൽ മലിക് നിങ്ങൾ പറഞ്ഞെന്താ, ലാബുദ്ധ കൂടാതെ കഴിയൂല വാക്സമാരി അതിന്റെ മേൽ സത്യം ചെയ്ത് പറഞ്ഞു നിന്റെ ഐബ് എന്താ പറയണം. ഫഖാൽ ഹജ്ജാജ് അപ്പോൾ ഹജ്ജാജ് ബിൻ യൂസുഫ് പറഞ്ഞ്, മിൻ ഐബി എന്റെ ഐബിൽപ്പെട്ടതാണ് എന്ത്, അന്യ നിശ്ചയമായിട്ടും ഞാൻ ലജൗഹുൻ ഹസൂദ് ഞാൻ ദുർവാശിക്കാരനും മോശക്കാരനും അസൂയക്കാരനുമാണ് എന്ന്. അബ്ദുൽ മലിക് അപ്പോൾ അബ്ദുൽ മലിക് അവനോട് പറഞ്ഞു, അല്ലാഹു തആല എന്ത് ചെയ്യട്ടെ, പിശാചിനെ കൊന്നു കളഞ്ഞോട്ടെ. പിന്നെ ഷൈത്താനോട് പറഞ്ഞെന്താ, ഷൈത്താൻ എന്താണ് ഏറ്റവും മോശമായതില്ല ഷൈത്താനിൽ, മിമ്മാ ഖുൽതു നീ പറഞ്ഞതിനേക്കാൾ, ഞാൻ പറഞ്ഞതിനേക്കാൾ മിമ്മാ ഖുൽത നീ പറഞ്ഞതിനേക്കാൾ മോശമായ ഒരു ഷൈത്താനും ഇവിടെ ഇല്ല. വഖദ് കാന മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാഹു തആല യഖൂൽ മഹാൻ പറയുമായിരുന്നു, ഇന്നീ നിശ്ചയമായിട്ടും ഞാൻ സഹാത്തുൽ ഖുർആൻ അന്നാസി ജനങ്ങളുടെ മേൽ ഓതിക്കൊണ്ടിരിക്കുന്ന ഷഹാദ നിങ്ങൾ ഓതണം. പല ചിലവർ ചിലർക്ക് മേലെ എതിരിൽ പ്രവർത്തിക്കുന്നു, അതും പാടില്ല. അല്ലെ അന്നോ കോമുൻ നസൂന്നവർക്ക് എന്താണെന്നറിയാമോ, അസൂയ വെക്കുന്ന ജനതയാണ്. അകതാലിക്കാൻ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു മഹാൻ അവറുകളായിരുന്നു. നിങ്ങൾ നേതാവ് ആരാണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഖാരിജയോട് ചോദിക്കപ്പെടുന്നത്. അപ്പോൾ അയാൾ പറയുന്നു, അപ്പോ ഹാത്തമുത്വായി എന്ന് പറഞ്ഞു. അപ്പൊ അതിനോട് ചോദിക്കപ്പെടുകയാണ്, അയിനാൻത മിന്നു നിങ്ങള് അവന് മൂപ്പരുമായിട്ട് അടുത്ത് എങ്ങനെയാണ് ചോദിച്ചു. എനിക്ക് പറ്റൂല അന്ന കൗന ഹാദിമല്ലു എന്ത് ഹാദിം സേവകൻ ഈ പറയുന്ന ആൾക്കുണ്ടാവണം എന്നതൊന്നും എന്താവുകയില്ല, ഞാൻ നന്നാക്കൂലാണ്. അപ്പൊ അദ്ദേഹത്തിന് ഖാദിമാവണം എന്നുള്ള എന്താവണം, ഞാൻ നന്നാക്കൂലാന്നർത്ഥം.
നിങ്ങൾ നേതാവാക്കിയത് ആരാണ്? പിന്നെ ഹാത്തമുത്വായിയോട് ചോദിക്കപ്പെട്ടു. വഖാല ഹാത്തമുത്വായി പറയുന്നു ഔസ് ബിൻ ഖാരിജ എന്ന്. ഫഖീല അയിന അൻത മിന്നു, ഔസ് ബിൻ ഖാരിജും താങ്കളും തമ്മിൽ ഇത്ര ബന്ധം എന്താണ്? ഖാല ലാ അസ്ലഹു അൻ അകൂന മംലൂക്കൻ, ഞാൻ അദ്ദേഹത്തിന്റെ അടിമയായി മാറാം, എനിക്ക് നന്നാവില്ല, അതുകൊണ്ട് തന്നെ. ഫഖാല ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു, മഹാനവർകൾ പറയുന്നു അയിന ഫഖാഹുനാ ഫീ ഹദൽ അംർ, ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നമ്മളെ പണ്ഡിതന്മാർക്ക് എവിടെയാണ് എന്ന് ചോദിച്ചു. വഖദ് ഖാല ഉമർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല പറയുന്നു, യൗമൻ, ഒരു ദിവസം, ലിറജുലിൻ മിൻ ബഅദിൽ ഖബാഇ, ഗോത്രത്തിൽപ്പെട്ട ചില ആളുകളോട് പറഞ്ഞു, മൻ സയ്യിദുക്കും യാ ഹാദാ, ആരാ നിങ്ങൾ നേതാവ്? ഫഖാല റജുലു, അപ്പോൾ റജുൽ പറഞ്ഞു, അനാ യാ അമീറുൽ മുഅ്മിനീൻ. ഫഖാലഹു ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നു, കദബ്ത വലാ കുന്ത സയ്യിദും മാ ഖുൽതു ദാലിക. فقد كان من سمى كرمه الله تعالى يقول من علامة الحساد. അപ്പൊ മറന്നിയല്ലാന്ന് പറഞ്ഞു, നീ കളവ് പറഞ്ഞു, ഇങ്ങനെ നേതാവ് മുപ്പയാണെങ്കിൽ താനിത് പറയുമായിരുന്നില്ല എന്നാണ്. നേതാവാന്ന് പറഞ്ഞത് ശരിയായില്ല. ഫഖദ് കാന മിൻ സമ്മ കറമഹു അല്ലാഹു തആല യഖൂലു, ഉപരി പറയാം, മിൻ അലാമത്തിൽ ഹുസാദ്, അസൂയ വെക്കുന്ന ആൾക്കാരുടെ അടയാളത്തിൽപ്പെട്ടതാണത്, അയ്യുദ്നീഹി മിൻക, ആഗ്രഹത്തെ നിന്നെ കൊള്ളവൻ അടുപ്പിക്കുക എന്നുള്ളത്. മോശമായിരിക്കുന്ന പ്രകൃതിയുണ്ട്, അത് നിന്നെ തൊട്ട് തടയുകയും ചെയ്യും, ദൂരത്താക്കുകയും ചെയ്യുന്നു എന്നാണ്. വൈന്ന ആലമന്നാസി അസ്ലൻ, അസൂയയാൽ ജനങ്ങൾ ഏറ്റവും പുണ്യമായവൻ ആരാണ്? അൽ അക്രബു, അടുത്ത ആളാണ്. അടിമയ്ക്ക് എതിരായിക്കൊണ്ട് ഇവരുടെ മേല് എന്ത് ചെയ്യുന്നു? ആണ്ടാത്തൊക്കെ ചെയ്ത് കൂട്ടുന്നു. വഴിതാലിക്ക, അതുകൊണ്ട് കതബ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാൻ എഴുതി, തന്റെ മകൾക്ക് എഴുതി, അപ്പോ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് തങ്ങൾ അബൂ മൂസ അശ്അരി തങ്ങൾക്ക് കത്തെഴുതി, അന്ന മുർറ ദബിൽ ഖുർബാത്തി, ഖുർബാത്തുടയതിന്റെ അപ്പൊ എന്താ പറഞ്ഞ അബൂ മൂസ തങ്ങൾ പറഞ്ഞു, അൻ മുർറ ദബിൽ ഖുർബാത്ത്, അടുത്ത ബന്ധമുള്ള ആൾക്കാർ അവർക്ക് കൽപ്പിക്ക്, അങ്ങനത്തെ വലായത്തജാവറു, പരസ്പരം അങ്ങോട്ടും സഹായിക്കുക, പരസ്പരം കടിച്ചിക്കാതിരിക്കുക, ഇങ്ങനെ പരസ്പരം കാണാം. സുഫിയാനി സൗരിയോട് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ ചോദിച്ചു, ഇഅ്ലം, നീ അറിയുക, അന്നക്കല്ലോ ബദൽത നസിയത ഇന്നാസി, ജനങ്ങൾക്കുള്ള സദുപദേശങ്ങൾ പകരമാക്കിയാൽ, ഹത്താ സാറു മിസ്ലക ഫിദ്ദീൻ, ദീന്റെ കാര്യത്തിൽ നിങ്ങളെപ്പോലെ അവരുമാവൂലേ, മാ വഫിയത്ത് ബിൻ നസിയത്തിന്, അവരുള്ള നസിയത്ത് കൊണ്ട് പൂർത്തിയാക്കാതെ വരും. ഫകൈഫ, എങ്ങനെ തൗഫീഖും ബിൻ നസിയ, നസിയത്തുള്ള തൗഫീഖ് പിന്നെന്താ? ഫലയബ്ലുഗു ഹാലുക, നിന്റെ അവസ്ഥയിൽ എത്തിയിട്ടില്ല. ഫകാന സഖീഖൽ ബൽഖ ഇദാ കാന ഫീക മിൻ ഖിസാരി മാ യഖാവു അദുവക ഫലൈസ ഫീക ഖൈറുൻ വകൈഫ ഇദാ കാന ഫീക മാ യനാഹു. വഅലം, നീ അറിയുക, അന്നമൻ തഅറദ വസാബിന്നാസി, ജനങ്ങളുടെ അയ്മത്തരത്തിലേക്ക് വെളിപ്പെട്ട ഒരുത്തൻ, അറദ നഫ്സഹു, സ്വന്തം നഫ്സിനെ അവൻ വെളിപ്പെടുത്തിയത്. ആ ജനങ്ങളിൽ മോശമായ ആളിലേക്കും എന്താ തിരിഞ്ഞു കഴിഞ്ഞാൽ ഓന്റെ നഫ്സിനെ തന്നെ നാശത്തിലേക്ക് അവൻ പകരമാക്കി വെച്ചിരിക്കുകയാണെന്ന്. അവൻ സലിമൻ നാസു മിൻഹു, അത്തരം നാശത്തെ തൊട്ട് ജനങ്ങളൊക്കെ രക്ഷപ്പെടുകയാണെങ്കിൽ സലിമ ഹുവ മിന്നാസ്, ഇവൻ ജനങ്ങളെ തൊട്ട് രക്ഷപ്പെട്ടു. അവൻ സമ്മാനം അലന്നാസി, ജനങ്ങളുടെ മേലില് ഇതാകാന ഫീക്കുൽ ഹിസാൽ. അവൻ സഖീഖുൽ ബൽഖ പറയുകയാണ്, എന്ത്